السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله سبحانك لا علم لنا إلا ما علمتنا ولا معرفة إلا ما ألهمتنا إنك أنت العليم الحكيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس ذائقة الموت وإنما توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. صدق الله مولانا العظيم. قال النبي صلى الله عليه وسلم كن عالما أو متعلما أو محبا أو مستمعا فلا تكن خامسا. قال نبينا وحبيبنا رسول الله صلى الله عليه وسلم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم وعلم أمة محمد صلى الله عليه وسلم. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷന് വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ എങ്കിൽ സുറൂറായി നീ കടക്കും മറുകരാ. വേദിയിൽ ഉപവിഷ്ടരായ ബഹുന്ദരായ പണ്ഡിത മഹത്തുക്കളെ, മറ്റു സംഘാടകരെ, വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, സഹോദരങ്ങളെ, ഉമ്മ പങ്ങന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടൽ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ.
നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, നാം സ്നേഹിച്ചവർ, നമ്മെ സ്നേഹിച്ചവർ, നമ്മളെ സഹായിച്ചവർ, വിശേഷിച്ച് നമ്മുടെ ഉസ്താദന്മാർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അള്ളാഹു അവന്റെ കരുണ കൊണ്ട്, അവന്റെ ഔദാര്യം കൊണ്ട്, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു പുറത്തു മാഭാഗ്യത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഇൽമു പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അൽഹംദുലില്ലാഹ് അതുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പ്രഭാഷണ മജ്ലിസിലാണ് ഞാനും നിങ്ങളും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനുവേണ്ടി ആരെല്ലാം പരിശ്രമിച്ചോ, ഓടി നടന്നോ, സഹായിച്ചോ, മനസ്സ വാച കർമ്മണ ആരൊക്കെ പ്രവർത്തിച്ചോ, അള്ളാഹു അവരുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കൂടുതൽ ആമുഖങ്ങൾക്കോ വിശദീകരണങ്ങൾക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. കാരണം സമയം വല്ലാതെ താമസിച്ചു. അതിലുപരിയായി അള്ളാഹുവിൻ്റെ അനുഗ്രഹം, പടച്ചവന്റെ റഹ്മത്ത് ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, മഴത്തുള്ളികൾ അത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അത് അള്ളാഹുവിനോട് വേണ്ട എന്ന് പറയാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. അതൊരു അനുഗ്രഹമാണ്. എങ്കിലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിലൊക്കെ വല്ലാത്ത മഴയാണ്. കാസർഗോഡൊക്കെ വണ്ടി പോലും ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ അത്രയും മഴ, ഇടിയും മഴയും. അപ്പൊ ഈ മഴ പെയ്യുന്ന സമയത്തും അൽഹംദുലില്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക. ഇവിടെ എല്ലാവരും തുല്യര. വഅദ് പറയുന്ന ഉസ്താദും സ്റ്റേജിൽ അതിഥികളായി വന്നിരിക്കുന്നവരും പുറത്തിരിക്കുന്നവരും എല്ലാവരും ഒന്നുപോലെ തന്നെ നനഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു അവസരം. ഈ മഴ പെയ്യുന്ന സമയത്ത് വീടിൻ്റെ അകത്ത് നല്ലതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നല്ലതുപോലെ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങാൻ പറ്റിയ ഒരു നല്ല സാഹചര്യമാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലരും മഴത്തുള്ളികൾ വീഴുന്നത് കണ്ടപ്പോ ശൈത്താൻ അവരെ ഇങ്ങനെ പിടിച്ചവരുടെ വീടിൻ്റെ അകത്ത് തന്നെ ഇരുത്തിയിരിക്കുക. പക്ഷേ അൽഹംദുലില്ലാഹ് അതിനെയെല്ലാം തരണം ചെയ്തിട്ട് അള്ളാഹു സ്വർഗത്തിലിരിക്കാൻ ഒരു അവസരം തരുമ്പോ മഴ പെയ്താലും പോയി ഇരിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ. അള്ളാഹു ഈമാൻ എന്നും നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു എന്നും ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അതുകൊണ്ട് മഴ പെയ്താൽ നനയുക. നനഞ്ഞാൽ ചിലപ്പോൾ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങളൊക്കെ ഈ മഴത്തുള്ളിക്കകത്തങ്ങ് അള്ളാഹു കഴുകി തന്നാലും നമ്മളെത്ര മനസ്സിലാക്കണ്ടേ? ഈ മഴത്തുള്ളിക്കകത്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവൻ അങ്ങ് കഴുകി അള്ളാഹു ശുദ്ധമാക്കി തന്ന, ഉമ്മ കുളിപ്പിച്ചിറക്കി വിട്ട മക്കളെ പോലെ അള്ളാഹുവേ ഇന്നീ പുണ്യമായ സ്വർഗത്തിൽ നിന്ന് നമുക്ക് ഇറങ്ങിപ്പോകാൻ കഴിഞ്ഞ അതിന് എത്ര മഴ മനയാനും ഞാനും തയ്യാറാ, നിങ്ങളും തയ്യാറാണെന്ന് ഞാൻ കരുതുന്നു. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നിലനിർത്തി തരുമാറാകട്ടെ. പറഞ്ഞ ഒരു 3 സ്വലാത്ത്. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റഹ്മറഹീമായ, കരുണക്കടലായ, ദയാലുവായ, മലിക്കുൽ ജബ്ബാറായ, സർവാധിനാഥനായ ഞങ്ങളുടെ റബ്ബുൽ ഇസ്സത്തായ പടച്ചവനെ, ഞങ്ങളുടെ ഈ സ്വലാത്തിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരുപാട് ലക്ഷ്യത്തോടുകൂടി നിന്റെ ദീൻ പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം അൽഹംദുലില്ലാഹ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ പരിപാടി അല്ലാഹുവേ നീ ഇത് വിജയത്തിലാക്കി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, മഴ നിന്റെ അനുഗ്രഹമാണ്. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവേ പടച്ചവനെ, ഈ മഴ പടച്ചവനെ നീ കുറച്ചു സമയത്തേക്ക് റബ്ബേ നീ ഒന്ന് മാറ്റിത്തരണേ തമ്പുരാനെ. കരുണക്കടലായ പടച്ചവനെ, അല്ലാഹുവേ ഈ വഅദ് മുടക്കിയിട്ട് നിനക്കൊന്നും കിട്ടാനില്ല അല്ലാ. പക്ഷേ ഇന്ന് ഈ വഅദ് നടന്നാൽ പടച്ചവനെ നിന്നെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ ആ പ്രസംഗത്തിന് കഴിയും. കരുണക്കടലായ അല്ലാഹുവേ, ഈ ലോകത്ത് നീ ആരെയെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ, അമ്പിയാക്കൾ, ഔലിയാക്കൾ, ആരിഫീങ്ങൾ, അല്ലാഹുവേ പടച്ചവനെ, പ്രവാചകന്മാർ, ശുഹദാക്കൾ, ബദരീങ്ങൾ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധ ഖുർആനിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ അർശും കുർശും ലൗഹും കലമും അല്ലാഹുവേ പടച്ചവനെ സ്വർഗവും അല്ലാഹുവേ എല്ലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ അസ്മാഉൽ ഹുസ്നയുടെ ബർക്കത്ത് കൊണ്ട് കരുണക്കടലായ അല്ലാഹുവേ പടച്ചവനെ, മഴ പെയ്യൽ ഖൈറാണെങ്കിൽ നീ പെയ്യിപ്പിക്കുക.
ഇല്ലെങ്കിൽ പടച്ചവനെ നീ ഞങ്ങളോട് കരുണ കാണിക്കണേ റഹ്മാനെ. അല്ലാഹുവേ നീ കരുണ കാണിക്കണേ പടച്ചവനെ. അല്ലാഹുവേ പടച്ചവനെ റബ്ബേ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ നിമിഷം വരെ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങളും അല്ലാഹുവേ ഈ മഴത്തുള്ളിക്കകത്ത് നീ കഴുകി ശുദ്ധമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ നനഞ്ഞ മണ്ണിൽ ചവിട്ടിയിരിക്കുന്ന ഞങ്ങളുടെ മണ്ണറ അല്ലാഹുവേ നീ മണിയറയാക്കി തരണേ പടച്ചവനെ. അല്ലാഹു നരകത്തിന്റെ തീ ഞങ്ങൾക്ക് നീ ഹറാമാക്കണേ അല്ലാ. നരകത്തിന്റെ തീ ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ. ഉജൂബാക്കണേ തമ്പുരാനെ. പോലെ ഇരിക്കണ ഓരോ മനുഷ്യനും ചിന്തിക്ക്, ഒരുപാട് വർഷക്കാലം കൊണ്ട് നിങ്ങളും സ്നേഹിക്കുന്നു, കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ സ്നേഹം അത് കള്ളത്തരവാ, അതിലൊരു ആത്മാർത്ഥത ഇല്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് മദീനത്ത് പച്ചക്കുബ്ബയുടെ മടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നിന്റെ കൂരെ വരും നിന്നെ കാണാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതിന് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഇന്നിവിടുന്ന് പഠിച്ചു ഓതിയിട്ട് വേണം പിരിയാൻ. ഇന്ന് മുതൽ തുടങ്ങിക്കോ. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാം. ആ ആയത്ത് ഇന്നത്തെ രാത്രി മുതൽ ഓതി തുടങ്ങിക്കോ. മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരും മുത്തുനബി. അങ്ങനെ ഒരു സ്നേഹബന്ധം ഉണ്ടാക്കിയെടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതൂലേ പറചങ്ങാതി ഓതൂലേ? ഓതു ഇൻഷാ അല്ലാഹ്. അപ്പൊ ആയത്ത് പഠിക്കണമെങ്കിൽ കുറച്ചു നേരം അവിടെ ഇരിക്കുക. വയല് തീരുമ്പോ ഞാൻ പറയാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ അഷ്റഫുൽ ഖൽഖി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ പ്രവാചകനെ വല്ലാത്ത മഹബ്ബത്ത, വല്ലാത്ത ഇഷ്ടമാ. ആ പുണ്യപ്രവാചകന്റെ ജന്മദിനം കടന്നു വന്നപ്പോൾ, പരിശുദ്ധമായ റബീഉൽ അവ്വൽ കടന്നു വന്നപ്പോൾ, ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത് നമ്മൾ ഹൃദയത്തിലേക്ക് നിറച്ചവരാണ്. എല്ലാവർക്കും അള്ളാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയെ കാണുന്നു. മഹാനായ റബീഅത്ത് ബിൻ കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു. ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു പാവപ്പെട്ടവനായ സ്വഹാബി. ആ സ്വഹാബിക്ക് അള്ളാഹുവിന്റെ പ്രവാചകനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മുത്തുനബിയെ വല്ലാത്ത ഇഷ്ടമായിരുന്നു ആ ചെറുപ്പക്കാരന്. പ്രവാചകന് തിരിച്ചും അങ്ങനെ തന്നെ. മുത്തുനബിക്കും തിരിച്ചിഷ്ടമായിരുന്നു. അതാണല്ലോ, സ്നേഹിച്ചാൽ തിരിച്ച് സ്നേഹിക്കും. അള്ളാഹുവിന്റെ പ്രവാചകനും ആ ചെറുപ്പക്കാരനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. ആ പ്രവാചകൻ ആ ചെറുപ്പക്കാരനായ സ്വഹാബിയുടെ സ്നേഹം കണ്ടപ്പോൾ ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, നിനക്ക് എന്താ വേണ്ടത്? എന്ത് വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. അതിൽ ചിലരുടെ കൂടെ നടക്കാൻ ഒരു അവസരം അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ ചെറുപ്പക്കാരനായ സ്വഹാബിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, എനിക്ക് സ്വർഗത്തിൽ ചില കൂട്ടുകാരുണ്ട്, അവര് നാളെ എൻ്റെ കൂടെയാ. അവരെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെയാണ്, നാളെ സ്വർഗത്തിലും മുത്തുനബിയുടെ കൂടെയാണ്. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് സ്വർഗമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാണ്. ആ സ്വർഗ അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ നടക്കാൻ നിങ്ങളിൽ ആർക്കാണ് കൊതിയുള്ളത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്തുണ്ടല്ലോ, ആ സ്വഹാബികളും അത് തന്നെയാണ് ആഗ്രഹിച്ചിരുന്നത്. 23 വർഷക്കാലം അള്ളാഹുവിന്റെ കൂടെ നടന്ന ആ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് മുസാഫഖത്ത് ചെയ്ത, ആ പ്രവാചകന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ച അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളുടെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ എപ്പോൾ ദുആ ചെയ്താലും അള്ളാഹുവിനോട് പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക മുറാഫഖത മുഹമ്മദിൻ ഫിൽ ജന്നാ. എഴുന്നേറ്റ് വരുന്നതെന്ന് മുത്തുനബി നമുക്ക് പറഞ്ഞു തരുമ്പോ, ആ ഭയാനകമായ ദിവസത്തിലല്ലോ ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്, തലയുടെ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. 15 ലക്ഷം കിലോമീറ്റർ മുകളിലല്ല സൂര്യൻ നിൽക്കുന്നത്, ഒരേ ഒരു ചാണ് മുകളില്, ഒരു സുറുമക്കോലിന്റെ വലിപ്പത്തില് നമ്മുടെ തലയുടെ മുകളിൽ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. അന്ന് വസ്ത്രമില്ലല്ലോ, ചെരുപ്പില്ലല്ലോ,
എല്ലാവരും നഗ്നരായിട്ട് തലതാട്ടി പിടിച്ചിരിക്കുകയാ. യാ വൈലതാ യാ ഖസ്റതാ, അന്ന് നിലവിളിക്കുകയാ, ശപിക്കുകയാണ്. എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശപിക്കുന്ന ദിവസമാ. എന്റെ പ്രിയമുള്ളവരെ, നിന്റെ പ്രിയപ്പെട്ട ഉമ്മ വീടിന്റെ അകത്ത് ചോറ് വെക്കുന്നത് കണ്ടിട്ടുണ്ടോ? ആ ചോറ് വെക്കുമ്പോൾ അല്ലാഹുവേ തിളച്ചു മറിയുകയാണ്. ചോറിങ്ങനെ കിടന്ന് തിളയ്ക്കുമല്ലോടാ ചെറുപ്പക്കാരാ. അതുപോലെ അല്ലാഹുവിന്റെ കോടതിയിലും ചോറ് തിളയ്ക്കുകയാ. അതും അടുക്കളയിലിടുന്ന അരിയല്ല, പിന്നെ തിളയ്ക്കുന്നത് ഏത് ചോറെന്നറിയുമോ? നിന്റെ ഈ തലയോട്ടിക്കകത്തിരിക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ചിങ്ങനെ തിളയ്ക്കുകയാണ്. എന്നിട്ട് മുഖത്തുകൂടെ തലച്ചോറിങ്ങനെ തിളച്ചു ഒഴുകുകയാണ്. അങ്ങനെ ഒരു ഭയാനകമായ ദിവസമുണ്ട്. അന്ന് അല്ലാഹു കരുണ ചെയ്തവരല്ലാതെ സംസാരിക്കില്ല. അന്ന് അല്ലാഹു കരുണ ചെയ്തവരല്ലാതെ മുഖമുയർത്തൂല. അന്ന് അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ വസ്ത്രമില്ല. ആ ഭയാനകമായ ദിവസത്തില് എല്ലാവരും പേടിച്ച് വിറച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ. ആദം നബി പ്രയാസത്തിലാണ്, നൂഹ് നബി പ്രയാസത്തിലാണ്, മൂസാ നബി പ്രയാസത്തിലാണ്, ഇബ്രാഹിം നബി പ്രയാസത്തിലാണ്. എല്ലാവരും നഫ്സി നഫ്സി, സ്വന്തം കാര്യമോദിയിട്ട് പടച്ചവനെ എല്ലാവരും ഭയക്കുന്ന ദിവസമുണ്ടല്ലോ. അന്ന് അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത്, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഒരു സിംഹാസനത്തിൽ ലോകത്തിന്റെ നേതാവിരിക്കുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകനുണ്ടല്ലോ. അല്ലാഹുവിന്റെ അർശിന്റെ താഴെ ആദ്യം സുജൂദിൽ കിടക്കുകയാ. മുത്തുനബി കിടന്ന് കരയുകയാണ്. അല്ലാഹു പറയുന്നു, ഇർഫഅ റഅസക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എഴുന്നേക്ക്, നബിയേ എഴുന്നേക്ക്. എന്തിനാ കരയുന്നത്? എന്തിനാ സുജൂദിൽ കിടക്കുന്നത്? വിചാരണയ്ക്ക് സമയമായി നബിയേ. ആ സിംഹാസനത്തിൽ എല്ലാ പ്രവാചകന്മാരും ഇരുന്നു. ഇനി അങ്ങ് മാത്രമേ ഉള്ളൂ. ഒന്ന് കേറിയിരിക്കും നബിയേ, ഒന്ന് കേറിയിരിക്കും നബിയേ. ഇല്ല അല്ലാഹ്, പടച്ചവനെ ഞാൻ എഴുന്നേക്കില്ല തമ്പുരാന്. അല്ലാഹുവേ, എന്റെ സമുദായത്തിനാരുമില്ല, എന്റെ ഉമ്മത്തിനാരുമില്ല അല്ലാഹ്. ഇന്ന് ഞാൻ അവിടെ കേറിയിരുന്ന എന്റെ ഉമ്മത്തിനാരാവുള്ളത്? അവരെ സഹായിക്കാൻ ആരുമില്ല പടച്ചവര്, അവരെ കയ്യിൽ പിടിക്കാൻ ആരുമില്ല പടച്ചവര്. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്ക്. എനിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദിൽ കിടന്ന് കരയുകയാ. അവസാനം അല്ലാഹു പറയുന്നു, എഴുന്നേക്ക് നബിയേ, കേറി സിംഹാസനത്തിലിരിക്കു നബിയേ. എന്നിട്ട് അങ്ങക്ക് ഇഷ്ടമുള്ളവർക്കെല്ലാം സ്വർഗം കൊടുത്തോ, ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, അങ്ങ് ഇഷ്ടപ്പെടുന്നവർക്ക് സ്വർഗം കൊടുത്തോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹു അനുവാദം കൊടുക്കുമ്പോ തന്റെ സ്വർണ്ണത്തിലെ സിംഹാസനത്തിന്റെ മുകളിൽ കയറിയിരുന്നു ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോ ആ മുത്തുനബിയുടെ ചാരത്ത് കിടന്ന് ചെന്നിട്ട്, നബിയേ യാ റസൂലല്ലാഹ്, മുത്തുനബിയേ എനിക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ, എനിക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ. 5 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ, 5 നല്ല കാര്യം ആരാണോ ജീവിതത്തിൽ ചെയ്യുന്നത് അവൻ നാളെ സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ നബിയേ. ആ പറഞ്ഞ 5 കാര്യങ്ങളിൽ ഒരെണ്ണം എന്റെ ജീവിതത്തിൽ ചെയ്തവനാണ് നബിയേ. എന്നെ കൂടെ കടത്തിവിടുമോ? നാളെ പ്രവാചകന്റെ ചാരത്ത് ചെന്ന് ചോദിക്കുമ്പോ മുത്തുനബി സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും അവസരം തരുമ്പോ ആ പ്രവാചകന്റെ അതിഥിയായിട്ട്, ആ
പ്രവാചകന്റെ അതിഥിയായിട്ട് അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കണോടാ ചെറുപ്പക്കാരാ. എവിടെ ബഅദുണ്ടെന്ന് പറഞ്ഞാൽ എത്ര ദൂരെ വേണമെങ്കിലും സഞ്ചരിച്ചു കൊണ്ടുവരുന്ന സ്നേഹനിധികളായ ഈ മംഗലാപുരത്തിന്റെ പരിസരത്തുള്ള ചെറുപ്പക്കാരാ, പൊന്നുമോനെ, നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കണ്ടേടാ പൊന്നുമോര്. അവിടെയല്ലേടാ നമുക്ക് പോകേണ്ടത്, അവിടെയല്ലേ നമുക്ക് സന്തോഷിക്കേണ്ടത്, അവിടെയല്ലേ നമുക്ക് അടിച്ചു പൊളിക്കേണ്ടത്, അവിടെയല്ലേ എല്ലാവർക്കും 33 വയസ്സല്ലേടാ ചെറുപ്പക്കാരാ. അവിടെ കുട്ടികളില്ല, പ്രായമുള്ളവരില്ല, എല്ലാവർക്കും 33 വയസ്സാണ്. എല്ലാവരും അവിടെ കറുത്തവനോ വെളുത്തവനോ മുടി ചുരുണ്ടിയവനോ ഒരാളുമില്ലടാ ചെറുപ്പക്കാരാ. എല്ലാവർക്കും മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, ആ യൂസുഫ് നബിയുടെ ഗ്ലാമറാടാ പൊന്നുമോര്. അതാ സുലൈഖയിലെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ ആ യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോഴാണ് കയ്യിലിരുന്ന കത്തി കൊണ്ട് അറിയാതെ കൈയുടെ വിരലുകൾ മുറിച്ചതെന്ന് ചരിത്രം പറയുമ്പോ ആ യൂസുഫ് നബിയുടെ സൗന്ദര്യമാണ്. അവിടെ നിസ്കാരമില്ല, നോമ്പില്ല, വഅദില്ല, സദഖയില്ല, ഒരു നന്മയും നീ ചെയ്യണ്ടടാ. നിനക്കിഷ്ടമുള്ളത് മുഴുവനും ചെയ്യാമടാ ചെറുപ്പക്കാരാ. ഇന്ന് കള്ള് കുടിക്കുന്നത് പാപമാണ്, ഇന്ന് അന്യ പെണ്ണിന്റെ കയ്യിൽ പിടിക്കുന്നത് പാപമാണ്. എങ്കിലും നാളെ പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, അവിടെ കള്ളിന്റെ നദിയുണ്ടടാ ചെറുപ്പക്കാരാ. അവിടെ ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങളുണ്ട്. പടച്ചവര് ആ പെണ്ണുങ്ങളുടെ കയ്യിൽ പിടിച്ച് റബ്ബിന്റെ സ്വർഗത്തിലൂടെ നടക്കാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, സ്വഹാബാ, സ്വർഗമാർക്കാണ് വേണ്ടത്? സ്വർഗത്തിൽ എന്റെ കൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൂടണോ? ആ മരണമില്ലാത്ത സ്വർഗത്തിൽ കാലാകാലം കോടാനി 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 വർഷമുണ്ടല്ലോ. എന്നെ കണ്ടുകൊണ്ട് നടക്കണോ? എന്റെ കൂടെ നടക്കണോ? പ്രവാചകൻ അവിടെ നിന്ന് 5 കാര്യങ്ങൾ പറഞ്ഞു തരികയാ. ഈ പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണം എന്റെയോ നിങ്ങളുടെയോ ജീവിതത്തിലുണ്ടെങ്കിലോ നാളെ നമ്മൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കൂടിപ്പോയ 63 കൊല്ലം ജീവിക്കും. അതാ മുത്തുനബി പറഞ്ഞ ആയുസ്. ഇല്ലെങ്കിൽ കൂടിപ്പോയ 100 കൊല്ലം ജീവിക്കും. ഇപ്പൊ ആരും ജീവിക്കൂല, അതൊക്കെ പണ്ടുള്ളവര്. കൂടിപ്പോയ 50 60 വർഷക്കാലം ജീവിക്കും. അസ്റായിൽ വരും, പോയേക്കണം. ഈ തുച്ഛമായ ഈ കാലഘട്ടത്തിൽ നമുക്ക് മുത്തുനബിയെ കാണാൻ പറ്റിയിട്ടില്ല. സ്വപ്നത്തിൽ കാണണം, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പക്ഷെ ഇനി ഒരിക്കലും അവസാനിക്കാത്ത ഒരു ജീവിതം സ്വർഗത്തില്ല. ഇവിടത്തെ ജീവിതത്തിൽ മരണം കൊണ്ട് അവസാനമുണ്ട്. എങ്കിൽ നാളെ പരലോകത്ത് ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിൽ സഈർ 2 വിഭാഗമായിട്ട് അള്ളാഹു അങ്ങോട്ട് വേർതിരിച്ചു നിർത്തും. എന്നിട്ട് ചരിത്രം പറയുന്നു, സിറാത്ത് പാലത്തിന്റെ മുകളിലാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ എല്ലാവരും കാണാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു ഒരു മൃഗത്തെ കൊണ്ടുവരും. ആടാണെന്നൊക്കെ ചരിത്രം പറയുന്നു. ഒരു മൃഗത്തിനെ കൊണ്ടുവന്ന് കണ്ണിന്റെ മുന്നിൽ വെച്ച് നിർത്തിയിട്ട് അറുത്ത് കളയും. ഏത്? മരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്കും സ്വർഗത്തിലേക്കും വിടുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മരണത്തെ അല്ലാഹു അങ്ങ് മരിപ്പിച്ചു കളയും. മരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ. മരണം മരിച്ചുപോയാൽ പിന്നെ ഒരു അവസാനമില്ലല്ലോ. ആ അവസാനമില്ലാത്ത സ്വർഗത്തിൽ മുത്തുനബിയുടെ കൂടെ നടക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. 5 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 5 നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഇതിലെ ഏതെങ്കിലും അനുസരിച്ച നാളെ മുത്തുനബിയുടെ കൂടെ നടക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നനഞ്ഞ കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നമുക്കിങ്ങനെ സന്തോഷത്തിന് ഈ മഴത്തുള്ളി ഇങ്ങനെ തന്നെ നിൽക്കും, ഇങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കും. അതൊരു സന്തോഷത്തിന് അള്ളാഹു തന്നിരിക്കുന്ന. ഇരുന്നങ്ങ് നനഞ്ഞോ, അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. അള്ളാഹു പുറത്തുവരുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബിയോട് അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുത്ത 1ാമത്തെ കാര്യം എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ, ഫഅനി അലാ നഫ്സിക ബികസുറത്തി സുജൂദ്.
മോനെ നാളെ മുത്തുനബിയുടെ കൂടെ ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ നിനക്ക് നടക്കാൻ ആഗ്രഹമുണ്ടോ? ഒന്നാമതായിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറഞ്ഞു തരികയാ. എന്തേ പറഞ്ഞു തന്നതെന്നറിയുമോ? സ്വഹാബാ, നിങ്ങൾ സുജൂദുകൾ അധികരിപ്പിക്കണേ സഹാബാ. ഒന്നാമതായിട്ട് പറഞ്ഞു തരുന്ന കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഓരോ ദിവസവും മുഅദ്ദിൻ ഇങ്ങനെ വിളിക്കുമല്ലോ, ഹയ്യ അലസ്സലാ, ഹയ്യ അലൽ ഫലാഹ്. അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന ശബ്ദം കേൾക്കുന്നവരാ മോനെ, ആ വിളിക്കുത്തരം നൽകിയാൽ 5 നേരം നമസ്കരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് സ്വർഗ്ഗത്തിൽ എന്റെ കൂടെയാണെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയമുള്ളവര്, ഇന്ന് നമസ്കരിക്കാത്തതൊരു പാപമാണെന്ന് യുവതലമുറ കരുതുന്നില്ല. അതൊരു പാപമാണെന്ന് കരുതുന്നില്ല. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോയാ മതിയല്ലോ, പെരുന്നാളിന് മാത്രം പോയാ മതിയല്ലോ, റമളാൻ മാസത്തിൽ മാത്രം പോയാ മതിയല്ലോ, അല്ലെങ്കിൽ ഒരു ദിവസത്തിൽ 2 3 വഖത്ത് പോയാ മതിയല്ലോ. പടച്ചവനെ, ഇന്ന് നിസ്കാരം ഉപേക്ഷിക്കുന്നവരുടെ, അല്ലാഹുവേ നിസ്കാരം ഉപേക്ഷിക്കുന്നവർ അധികരിച്ചു കൊണ്ടിരിക്കുകയാ. അതിന്റെ ഗൗരവം നമുക്ക് തിരിയുന്നില്ല. നിങ്ങൾ ചോദിക്കും, ഉസ്താദ് എല്ലാ വഅലിലും നിസ്കാരത്തെ കുറിച്ച് പറയുന്നത് എന്തേ എന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരാ, പിന്നെ എന്തു പറയാനാടാ പൊന്നുമൂരി? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് മലക്കുൽ മൗത്ത് റൂഹ് പിടിച്ച് തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് ഖുർആൻ ഓതാറല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് സദഖ കൊടുക്കാറല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് ഹജ്ജിന് പോകാറില്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യ മക്കളെയല്ല തിരക്കിയത്. തന്റെ ചുണ്ടിങ്ങനെ അനങ്ങുമ്പോ വെളിയിലേക്ക് ശബ്ദം കേൾക്കുന്നില്ല, അവിടത്തെ ചെവി ഇങ്ങനെ പ്രവാചകന്റെ ചുണ്ടിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവെക്കുമ്പോ മുത്തുനബി അവസാനത്ത് മുത്തുനബി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്തെന്നറിയുമോ? ഉമ്മത്തി അസ്സലാ, നമസ്കാരം ഉപേക്ഷിക്കല്ലേ, നമസ്കാര കളയാക്കല്ലേ. മരണത്തിന്റെ വേളയിൽ പോലും അല്ലാഹുവിന്റെ പ്രവാചകർ നമസ്കാരത്തെ കുറിച്ച് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തിയതെങ്കിൽ അതാണടാ നമസ്കാരത്തിന്റെ മഹത്വം പഠിക്കാ. അത് മതിയല്ലോ ചെറുപ്പക്കാരാ, അല്ലാഹു നേരിട്ട് വിളിച്ചു കൊടുത്തതല്ലേ പൊന്നുമോനെ നിസ്കാരം. അല്ലാഹു തന്റെ മുന്നിലേക്ക് വിളിച്ചിട്ട് മുത്തുനബിയുടെ കയ്യിലേക്ക് സമ്മാനമായി കൊടുത്തതല്ലേ നിസ്കാരം. എന്തേ മറന്നു പോകുന്നത്? പക്ഷേ ഇന്ന് നമസ്കരിക്കാൻ മടിയാണല്ലോ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ. മദീനത്ത് മസ്ജിദ് നബവിയുടെ പച്ചക്കുപ്പയുണ്ടല്ലോ, ആ പച്ചക്കുപ്പയുടെ അടിയിൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തൊരു സഹാബി കിടക്കുന്നുണ്ട്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ സ്വഹാബി പറയുന്നത് എന്തെന്നറിയുമോ? ആ സ്വഹാബി ആരെന്നറിയുമോ? ആ ഉമറിന്റെ മഹത്വം എന്തെന്നറിയുമോ? ലൗകാന ബഅദീ നബിയ്യൻ, ലൗകാന ബഅദീ നബിയ്യൻ ഉമർ ഇബ്നുൽ ഖത്താബ്, എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടാകുമായിരുന്നെങ്കിൽ, അല്ലാഹു എനിക്ക് ശേഷം ഞാൻ അവസാനത്തെ പ്രവാചകനാണ്, എനിക്ക് ശേഷം ഒരു പ്രവാചകനില്ല. അങ്ങനെ അല്ലാഹു ആരെയെങ്കിലും തെരഞ്ഞെടുക്കുമായിരുന്നെങ്കിൽ എന്റെ ഉമറാണതിന് അർഹനെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയ ആ ഉമർ തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയുമോ? ഒരു കാരണമില്ലാതെ ഒരു മനുഷ്യന് ഒരു വഖത്ത് നമസ്കാരം കളയാൻ
കളയാക്കിയ അവന് കാഫിറാണെന്ന് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല പറയുകയാ. ഒരു വഖത്ത് ഇന്നത്തെ ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവര് ഒരൊറ്റ വഖത്ത് മുടക്കിയിട്ടുണ്ടോ പൊന്നുമോനെ? കാരണമില്ലാതെ ഒരു വഖത്ത് കളയാക്കിയാൽ മോനെ നിന്റെ കാര്യം വല്ലാത്ത കഷ്ടമാടാ ചെറുപ്പക്കാരാ. കാരണമെന്ന് പറഞ്ഞാൽ എന്താ ഉസ്താദേ? മഴ കാരണം പടച്ചവനെ ഇന്ന് വയൽ സംഘടിപ്പിക്കാറ്, കസേര പറക്കിയിടാറ്, പടച്ചവനെ ടാർപ്പ കെട്ടാറ്. ഈ വയലിന്റെ സദസ്സിന്റെ തിരക്കിന് വേണ്ടി, ഇതിന്റെ വിജയത്തിന് വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോ എന്റെ മഗ്രിബ് ഖളായി റബ്ബേ. രക്ഷയില്ലടാ ചെറുപ്പക്കാരാ. ഉസ്താദേ നാളെ പടച്ച റബ്ബിന്റെ